നേരിടുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ഈ കോവിഡ് മുഖാന്തരം ആയിത്തീർന്നത്. ഒരു പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഒരു ഫിസിക്കൽ ഐഡന്റിറ്റി നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിരുന്നു. എന്നാൽ ഈ കോവിഡ് മുഖാന്തരം നമുക്ക് ഈ ഒരു വെർച്വൽ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്നു ചേർന്നു. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മുടെ ഒരു ഐഡന്റിറ്റി നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്നാൽ പലർക്കും അറിയാൻ മേലാത്ത ഒരു കാര്യം, നമ്മൾക്ക് ഇന്ന് ഈ സ്മാർട്ട് ഫോൺ ഉള്ള കാലം അത്രയും നമുക്ക് അറിവുകൾ നമ്മുടെ വിരൽത്തുമ്പിലാണ്. എന്നാൽ പലർക്കും സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവുകൾ മെസ്ഡപ്പ് ആയിട്ട് കിടക്കുകയാണ്. ഇത് എവിടെ നിന്ന് എന്ത് എടുക്കണം എന്നുള്ള അറിവ് നമുക്കില്ലാതെ പോകുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് 15 to 25 years ആണ്. അതിനിടയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ദയവായി വീഡിയോ ഓൺ ആക്കണം. എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങളുടെ ഫേസ് കാണണം. അതിനായിട്ടാണ് പറയുന്നത്. 15 to 25 എന്ന് പറയുന്ന ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പാണ്. ഈ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ആണ് ഞാൻ ഇന്ന് ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മാറ്റത്തിന്റെ, പരിണാമത്തിന്റെ ഒരു കാലഘട്ടമാണ്. ഞാൻ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ചേച്ചി കാണാം. ഓക്കെ, അഡോളസെന്റ് എന്ന് പറയുന്നത്, അഡോളസെന്റ് ഈസ് യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡെവലപ്മെന്റ്സ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ. അതായത് നമ്മുടെ ഫിസിക്കലി, മെന്റലി, സോഷ്യലി ആയിട്ടുള്ള ഒരു വലിയ പരിണാമത്തിന്റെ കാലഘട്ടമാണ് 15 to 25 എന്ന് പറയുന്ന അഡോളസെന്റ് ഏജ്. ഈ അഡോളസെന്റ് ഏജിനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അതായത് ഒന്ന് ഏർലി അഡോളസെന്റ് ഏജ് എന്നും മറ്റൊന്ന് ലേറ്റർ അഡോളസെന്റ് ഏജ് എന്നും രണ്ടായി ഇതിനെ തരംതിരിക്കുന്നു. ഇതിൽ തന്നെ ആദ്യത്തെ ഏർലി അഡോളസെന്റ് ഏജ് ഗ്രൂപ്പാണ് 15 to 18. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഫിസിക്കലി ഉള്ള ഒരു 80% ഡെവലപ്മെന്റ്സും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ് 15 to 18 എന്ന് പറയുന്ന ഏർലി അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ്. അപ്പൊ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവും, അങ്ങനെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ കാലഘട്ടത്തില് മേജർ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏജ് ഗ്രൂപ്പിനും അതിൻ്റെതായിട്ടുള്ള ഓരോരോ ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളെ ഫലപ്രദമായി അല്ലെങ്കിൽ വിജയകരമായി കടന്നു പോകാൻ കഴിയാത്ത ആൾക്കാർക്കാണ് ഓരോ ഏജിലും അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ്, ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പം അത് സക്സസ് ആയി കടന്നു പോകാൻ കഴിയാത്തവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യുന്നത്. ഷിൽജി പറഞ്ഞ നമ്മൾ പിയർ ഗ്രൂപ്പ് പ്രഷറും ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ പഠനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥ ഏതാണ്, ഹൂ ആം ഐ, ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ ആരാണ്, ഞാൻ എവിടേക്കാണ് പോകുന്നത്, ഇതാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് മേജർ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു ടൈം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏർലി അഡോളസെന്റ് എന്ന് പറയുന്നത് മേജർ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്, പരിണാമത്തിന്റെ ഒരു സമയമാണ്. അതിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലുതായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ദ സൈസ് ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് ആൻഡ് വെയിറ്റ്. നമ്മുടെ ശരീര ഫിസിക്കലി ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഫിസിക്കലി പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അളവുകളും ഹൈറ്റ്, വെയിറ്റ് ഒക്കെ കൂടുന്ന ഒരു സമയമാണ്. അതിൽ തന്നെ ആ സാഹചര്യത്തിൽ തന്നെ അഡോളസൻസ് ഇസ് എ ട്രാൻസിറ്ററി പീരിയഡ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്. എന്ത് പറഞ്ഞാലും പ്രശ്നമാകുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എന്നാ കുട്ടിയുമല്ല മുതിർന്ന വ്യക്തിയുമല്ലാത്ത ഒരവസ്ഥയാണ് ഈ ഇയർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പേരൻസ് ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയും, നീ എന്താ കൊച്ചുകുട്ടിയാണോ? അപ്പൊ ഒരു കൺഫ്യൂഷൻ ആണ്, ഒരു റോൾ കൺഫ്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് പേരൻസ് വന്ന് പറയുന്നത്, നീ എന്താ കൊച്ചുകുട്ടിയാണോ? അപ്പൊ നമ്മൾ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തിനാ ഇത്രയും വലിയതൊക്കെ ചെയ്യാൻ പോലെ. അപ്പൊ ഒരു 15 to 18 അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയൊരു റോൾ കൺഫ്യൂഷൻ ആണ്. ഞാനൊരു കുട്ടിയാണോ, ഞാനൊരു മുതിർന്ന വ്യക്തിയാണോ, ഇങ്ങനെയുള്ള ഒരു വലിയ റോൾ കൺഫ്യൂഷൻ ആണ് ഈ ഒരു സമയത്ത് അഡോളസെന്റ് ഏജിൽ സംഭവിക്കുന്നത്. എന്നാൽ ഇതിന് പുറകിലോട്ട് ഈ പ്യൂബർട്ടി മുതൽ താഴോട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്ന ഓരോരോ
പ്രായത്തിൻ്റെതായിട്ടുള്ള ഇതിൽ സംഭവിച്ചിരിക്കുന്ന വ്യത്യാസങ്ങൾ മുഖാന്തരം നമുക്ക് ചിലപ്പോൾ ചിലരിൽ മാത്രം ഉണ്ടാവുന്നതാണ് ഫിയർ ആൻഡ് ആങ്സൈറ്റി. അപ്പോൾ ഇത് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. ഫിയർ ആൻഡ് ആങ്സൈറ്റി ഇല്ലാതെയാണ് ഒട്ടുമിക്കവരും കടന്നു പോകുന്നത്. പക്ഷെ എന്നാൽ ഈ പ്യൂബർട്ടിയിൽ എത്തുമ്പോൾ ചെറിയ പ്രായത്തിൽ സംഭവിച്ചിട്ടുള്ള പാകപ്പിഴകൾ കൊണ്ട് ഫിയർ ആൻഡ് ആങ്സൈറ്റി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഫിയർ ആൻഡ് ആങ്സൈറ്റി. പിന്നെ ഇനി അടുത്ത ഒരു മെയിൻ കാര്യമാണ് സീക്ക് ടു ബ്രേക്ക് അവേ ഫ്രം പേരന്റൽ ഇൻഫ്ലുവൻസസ്, വാല്യൂസ് ആൻഡ് കൺട്രോൾസ്. ഒരു കൺട്രോളും ആരുടെയും മേലെ വെക്കുന്നത് 15 to 18 ഇടയിലുള്ളവർക്ക് താല്പര്യമുള്ള ഒരു വിഷയമേ അല്ല. കാരണം പേരൻസ് എന്ത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊന്നും പറയുന്നത് 15 to 18 ഇടയിലുള്ളവർക്ക് ഒട്ടും താല്പര്യമുള്ള വിഷയമേ അല്ല. അത് അവർക്ക് അവരുടെ ഇൻഫ്ലുവൻസ് എപ്പോഴും അവരുടെ പിയർ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ പേരൻസ് ആയിരിക്കത്തില്ല അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവരുടെ പിയർ ഗ്രൂപ്പ് ആയിരിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിയർ ഗ്രൂപ്പ് എന്ത് പറയുന്നോ അതാണ് അവരുടെ വേദവാക്യം. അവർക്ക് അത് കഴിഞ്ഞിട്ടേ അവരുടെ ചിന്താമണ്ഡലങ്ങൾ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പം നിങ്ങളായിരിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ 15 to 18 ഇടയിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് ആണ്. അത് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഈ വെർച്വലായി മാത്രമേ ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കൈകളിൽ എത്തുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഷോർട്ട് ഫിലിംസ് എല്ലാത്തിൽ കൂടിയും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഈ പിയർ ഗ്രൂപ്പിന്റെ ആണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റോൾ മോഡൽ തന്നെ നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും നല്ലൊരു പിയർ ഗ്രൂപ്പ് ആണോ നിങ്ങൾ ആയിരിക്കുന്നത്, നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ ഗ്രൂപ്പ് ഏറ്റവും നല്ലതാണോ എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അവിടെ തന്നെ ആയി കഴിഞ്ഞു. ഇനി ടീനേജേഴ്സ് ഓഫൻ ഡു നോട്ട് ലൈക്ക് ടു അക്കമ്പനി ദെയർ പേരൻസ് ടു ഗോ ഔട്ട്. അവരുടെ പേരൻസിന്റെ ഒപ്പം ഒന്നും പുറത്തു പോകാനായിട്ടൊന്നും അവര് ഇഷ്ടപ്പെടുന്നില്ല. കമ്മ്യൂണിക്കേഷൻ അറ്റ് ഹോം ബിക്കം മിനിമം. വീട്ടില് വർത്താനം പറയുന്നത് വളരെ ചുരുങ്ങി വരും. കേട്ടിട്ടുണ്ട് മാതാപിതാക്കൾ പറയുന്നത്, കുഞ്ഞിലെയൊക്കെ എന്നാ വായാടിയായിരുന്നു, ഇപ്പൊ ആണെങ്കിൽ വായിൽ കോലിട്ട് കുത്തിയാല് അറിയില്ല, അധികം സംസാരിക്കത്തില്ല. പക്ഷെ അവര് പുറത്തിറങ്ങിയാലോ, അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തെത്തിയാലോ വാതോരാതെ സംസാരിക്കുന്ന ഒരു സമയമാണ്. അതായത് ഞാൻ എഴുതിയിട്ടുണ്ട്, നീഡ്സ് മോർ അവേഴ്സ് ടു സ്പെൻഡ് വിത്ത് ദർ ഫ്രണ്ട്സ്. അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ അധിക സമയം ചെലവിടാനായിട്ടാണ് അവർക്ക് ഏറ്റവും താല്പര്യം. അപ്പൊ അവരുടെ പേരൻസ് അല്ലെങ്കിൽ വീട്ടില് ഏറ്റവും മിനിമം ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. എന്നാൽ വീടിന് വെളിയിൽ അവരുടെ ഗ്രൂപ്പ് എത്തിക്കഴിയുമ്പോൾ അവർക്ക് സമയം തികയില്ലാത്ത രീതിയിലായിരിക്കും. ഇനി ഈ ഒരു ഏജ് ഗ്രൂപ്പിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഡേ ഡ്രീമിങ്. ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, ദിവാസ്വപ്നങ്ങൾ കാണുക. എന്തിനും ഏതിനും ദിവാസ്വപ്നങ്ങൾ കാണുന്ന ഒരു പരിപാടിയാണ് 15 to 18 ഇയേഴ്സ്. പലതരത്തിലുള്ള അറിവുകളാണ് ഈ സമയത്ത് കയ്യിലുണ്ടാവുക. കാരണം ഒന്നിന്റെയും പൂർണ്ണമായിട്ടുള്ള അറിവുകൾ ലഭിക്കാത്ത ഒരു പ്രായമാണ് 15 to 18 എന്ന് പറയുന്നത്. അതായത് എവിടുന്നൊക്കെയോ കിട്ടിയ കുറച്ച് അറിവുകൾ, എന്നാലും പേരൻസിലായിരിക്കാം, അല്ലെ ടീച്ചേഴ്സിൽ നിന്നായിരിക്കാം, അല്ലെ പഠിക്കുന്ന സബ്ജക്ട്സിൽ നിന്ന് കിട്ടുന്ന കുറച്ച് അറിവുകൾ ഉണ്ടായിരിക്കാം. അതൊന്നും അല്ലെങ്കിലും ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് മുഖേന നിങ്ങൾക്ക് കിട്ടുന്ന ചില അറിവുകൾ. അപ്പം ഈ അറിവുകളൊക്കെ വളരെ പരിമിതമാണ്, ഒന്നും പൂർണ്ണമല്ല. പക്ഷെ നിങ്ങൾ ഈ 15 to 18 കുട്ടികളുടെ ധാരണ അവർ അറിവുള്ളവരാണ് എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് അവർ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അപ്പൊ അവിടെ ദേ ഐഡന്റിഫൈ ദംസെൽസ് വിത്ത് ടീനേജ് ഹീറോസ് ആൻഡ് ദെയർ സ്റ്റൈൽസ് ഓഫ് ഡ്രസ്, ഫോംസ് ആൻഡ് എന്റർടൈൻമെന്റ്. അപ്പൊ ഇത് കണ്ടോ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ടീനേജേഴ്സിനെ അവര് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ടീനേജിലുള്ള അവരുടെ ഹീറോസ് ആരൊക്കെയാണോ അവരെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സപ്സ്, അല്ലെ അവർ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ആയിരിക്കും ഈ കൂട്ടരെ ഏറ്റവും അധികം ശ്രദ്ധിക്കുക. ഇപ്പൊ ഞങ്ങളുടെ എനിക്കൊരു കസിൻ ഒരു മോളുണ്ട്, അവളാണെങ്കിൽ മിക്കവാറും വന്നിട്ട് പറയും, പിന്നെ ചേച്ചി നമുക്ക് ഇന്ന സ്റ്റൈലിലുള്ള ഡ്രസ്സ് എടുക്കണം. ഞാൻ ചോദിക്കും അതെന്താ? അന്നേരം അവള് പറയും അതങ്ങനെയാ, ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ്. അപ്പൊ ഈ ട്രെൻഡിന് പുറകെ പോകുന്ന ഒരു സമയമാണ് 15 to 18 എന്ന് പറയുന്നത്. പലപ്പോഴും പല കുട്ടികളും പല രീതിയിലുള്ള വസ്ത്രധാരണത്തിലേക്ക് മാറാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർ ആ താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന കാണുമ്പോൾ മുതിർന്നവരായാലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അവരുടെ ഏജ് അവരെ നിർബന്ധിക്കുന്നത് അതിലേക്കാണ്. നമ്മൾ പേരൻസ് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ അവർക്ക്
അവരെ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ അവർ ഓക്വേർഡായിട്ട് ഡ്രസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവര് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊന്നും വിചാരിക്കരുത്. അത് അവരുടെ ഏജിന്റെ ഗ്രോത്തിന്റെ അടയാളമാണ്, അവരുടെ വളർച്ചയുടെ അടയാളമാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതല്ല. അവരുടെ മിനിമം ആയിട്ടുള്ള അറിവിൽ നിന്നാണ് അവരത് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ലേറ്റർ അഡോളസൻസിലേക്ക് വരുമ്പോൾ, ലേറ്റർ അഡോളസെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 18 to 25 അല്ലെങ്കിൽ 24 വരെയാണ് ലേറ്റർ അഡോളസെന്റ് എന്ന് പറയുന്ന പ്രായം. ഇപ്പൊ ഈ ഏർലി അഡോളസെന്റിൽ കടന്ന് വരുന്ന കുട്ടികൾ, ഈ ഏർലി അഡോളസെന്റില് നമ്മൾ പറയാൻ കുറച്ചുകൂടെ തീരുമാനങ്ങൾ, കുറച്ചുകൂടെ ഭാവിയെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാകുന്നതാണ് ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറയുന്ന, ഏർലി അഡോളസെന്റ് എന്ന് പറയുന്ന ഏജ്. അവിടെ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് ഇനി പോകേണ്ടത് എങ്ങോട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന ലേറ്റർ അഡോളസെന്റിലാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ ലേറ്റർ അഡോളസെന്റിന്റെ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഈ എ എന്ന് പറയുന്നത് അഡോളസെന്റിന്റെ ഒരു മിനിമം ഇതാണ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത്. എ എന്ന് പറയുന്നത് ആംബിവാലൻസ്, അത് ഉത്തരവാദിത്വമില്ലായ്മ. അതായത് നമ്മള് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാലും അവർക്കൊരു മൗനമാണ് അവിടെ, ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാല് അവര് പറയുന്നത് സ്വാതന്ത്ര്യം വേണം, എനിക്ക് ഇൻഡിപെൻഡൻസ് വേണം, ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എന്നെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളാണ് അവർ ആ ഇതില് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ പോലും അവര് ചെയ്തില്ല. ഇനി നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളവരെ, പ്രായമുള്ളവരൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷെ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അവര് കാണിക്കത്തില്ല. എന്നാൽ അവർ പറയുന്നോ, ഞങ്ങൾ ഭയങ്കര സ്വതന്ത്രരാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടും, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിലെല്ലാം ചെയ്യും എന്ന് പറയും. എന്നാൽ ഒന്നിലേക്കും കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അവരുടെ സക്സസ്നെസ് കൊണ്ടുവരാനായിട്ട് പറ്റാത്ത ഒരു സ്റ്റേജിൽ നിന്നാണ് ഈ ലേറ്റർ അഡോളസൻസിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ പ്രാരംഭത്തിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്, ഈ ഡിസ്റ്റൻസിങ് ഫ്രം പേരൻസ്. അത് നമ്മൾ പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ ഇവര് പേരൻസിൽ നിന്ന് ടോട്ടലി ഡിസ്റ്റന്റ് ആയിട്ട് ദൂരേക്ക് മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും. കാരണം അവർക്ക് സ്വന്തമായിട്ട് അവര് +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സ് തിരഞ്ഞെടുക്കുകയോ ചെയ്ത്, ഒന്നെങ്കിൽ അവർ പഴയ കാലഘട്ടത്തിലാണെങ്കിൽ അവർ ഭവനത്തിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഭവനത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് അവര് എത്തിച്ചേരാണ്. അപ്പൊ അവര് ടോട്ടലി ഈ പേരൻസിന്റെ ഒരു കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സമയമാണ്. ഇനി ഓ എന്ന് പറയുന്ന ഒക്കുപേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലവിധമായിട്ടുള്ള ജോലി കണ്ടെത്താൻ ജാഗ്രതയോടെ ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ഒരു സമയമാണ് ഈ ലേറ്റർ അഡോളസെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ലേറ്റർ അഡോളസെന്റിൽ നമുക്ക് സംഭവിക്കുന്നതാണ് ഈഗോ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് എനിക്ക് സമൂഹത്തിൽ ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതാണ് ഈഗോ ഐഡന്റിറ്റി. പലരും പല കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യും. ചിലര് ഹെയർ സ്റ്റൈൽ മാറ്റും, ചിലര് ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റും, ചിലര് വാക്കിംഗ് സ്റ്റൈൽ തന്നെ മാറ്റും. അങ്ങനെ സ്റ്റൈലുകൾ മാറ്റി പിടിച്ച് എനിക്ക് സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്ഥാനം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു ടൈമാണ് ഈ ലേറ്റർ അഡോളസെന്റ് അല്ലെങ്കിൽ 18 to 24 എന്ന് പറയുന്നത്. ഈ സമയത്താണ് ഇവര് സോഷ്യലി ഒരു വെൽബീയിങ് ആയിട്ട് മാറാനായിട്ട് പോകുന്നത്. അപ്പൊ സോഷ്യൽ വെൽബീയിങ് ആവുമ്പം എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഈ സൊസൈറ്റിയിൽ വേണം എന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഈ വെർച്വലി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, എല്ലാവരും ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കും, ഫോട്ടോസ് വിവിധങ്ങളായിട്ടുള്ള പോസുകളിൽ എടുക്കും, അത് പോസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ കമന്റ്സ് വായിക്കും, എത്ര പേര് ലൈക്ക് ചെയ്ത് നോക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ സ്ഥാനം ഓരോ സ്ഥലത്ത് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുമ്പോൾ സെക്ഷുവൽ എക്സ്പ്ലോറേഷൻ. ഈ ഒരു ടൈമിലാണ് ഏറ്റവും അധികം സെക്ഷുവൽ എക്സ്പ്ലോറേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറ്. കാരണം സെക്ഷുവൽ എഡ്യൂക്കേഷൻ നന്നായി ലഭിക്കാത്ത ആൾക്കാരെല്ലാവരും ഈ സമയത്ത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ എങ്ങനെയും നേടാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇനി വരുന്നത് സി എന്ന് പറയുന്നത് കൺസെപ്ച്വലൈസേഷൻ. ഇവിടെ ആശയ രൂപീകരണം എന്നാണ് പറയുന്നത്. കൺസെപ്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആശയ രൂപീകരണം. അതായത്
കൂടുതൽ ഭാവനയും ഐഡന്റിറ്റിയും ഏറ്റവും അധികം ഉള്ള ഒരു പ്രായമാണ്. അപ്പൊ നമുക്കറിയാം ഈ അഡോളസെന്റ് ഏജിലുള്ളവരൊക്കെ ഇപ്പം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യും. ആർട്ട് വിധമായാലും ഇനി പ്രസംഗം ആയാലും ഡിഫറെന്റ് വേ ഓഫ് പ്രസംഗം അല്ല ഡിഫറെന്റ് വേ ഓഫ് സ്പീച്ച് നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാം. അത് വെറൈറ്റി ആയിട്ട് പ്രസന്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ കൺസെപ്ച്വലൈസേഷൻ, ആശയങ്ങളെ രൂപീകരിക്കുക. അതാണ് കൺസെപ്ച്വലൈസേഷൻ. ഈഗോസെൻട്രിക് തിങ്കിങ്, അതായത് സ്വാർത്ഥമായ ചിന്ത. ഈ ഈഗോസെൻട്രിക് തിങ്കിങ് വരുന്നത് പലപ്പോഴും ഈ ഏർലി അഡൽട്ട്ഹുഡിലും അതിന്റെ പുറകിലോട്ടും ഉള്ള ഡെവലപ്മെന്റ് സ്റ്റേജസിൽ നിന്ന് കടന്നു വരുന്ന ഒരു പ്രത്യേകതയാണ്. എല്ലാവരും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും എന്നെയാണ് നോക്കുന്നത്, എന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് അവര് തന്നെ ആ നോട്ടങ്ങൾക്കിടയിലും വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് എന്നെ തന്നെ കാണിക്കാനായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, അതാണ് ഈഗോസെൻട്രിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി എൻ ഫോർ നാർസിസിസവും പലപ്പോഴും കടന്നു വരുന്നത് പഴയ ചെറുപ്പം മുതലുള്ള വളർച്ചയിൽ പറ്റുന്ന അപാകതകൾ മൂലമാണ് നാർസിസിസം കടന്നു വരുന്നത്. നാർസിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയമായിട്ടുള്ള സ്വയ ഇഷ്ടം അല്ലെങ്കിൽ സ്വാത്മപ്രേമം എന്നൊക്കെ പറയാം. അത് സ്വയമായിട്ട് എന്നെ തന്നെ സ്നേഹിക്കുക, അവനവനെ തന്നെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയാണ് നാർസിസിസം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. സംസാരിക്കാനുള്ള ആഗ്രഹം ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുകയും അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം വരുന്നതാണ് എക്സ്പെരിമെന്റേഷൻ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെരിമെന്റേഷന്റെ കാലഘട്ടം. എന്ത് ചെയ്തും പരീക്ഷണങ്ങളാണ്, എല്ലാത്തിലും പരീക്ഷണങ്ങളാണ്. കുക്കിങ്ങിൽ പരീക്ഷണം, ഡ്രസ്സിങ്ങിൽ പരീക്ഷണം, സ്പീച്ചിൽ പരീക്ഷണം, പഠനത്തിൽ പരീക്ഷണം, ഇനി ഹയർ സ്റ്റഡീസിന്റെ ഇതിലേക്ക് വേണം, അതിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഏതെടുക്കാവുന്നുള്ളതിൽ പരീക്ഷണം. അങ്ങനെ എല്ലാ പരീക്ഷണത്തിന്റെ ഒരു കാലഘട്ടമാണ് ഈ ലേറ്റർ അഡോളസെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് പോകാൻ നമുക്ക് സ്പെസിഫിക് നീഡ്സ് അറ്റ് അഡോളസെന്റ് ഏജ്. എന്തൊക്കെയാണ് അഡോളസെന്റ് ഏജിലുള്ള സ്പെസിഫിക് നീഡ്സ്? As the child grows into the adolescent, their most important need is independence. നമ്മൾ പറഞ്ഞു, സ്വാതന്ത്ര്യമാണ് അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. എല്ലാത്തിലും അവർക്ക് സ്വാതന്ത്ര്യമാണ് അവര് പറയുന്നത്. They no more want to depend on parents to take decisions. മാതാപിതാക്കള് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. want more autonomy and decide for themselves regarding their day-to-day activities. അവരുടെ ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, അവർക്കുള്ള പൂർണ്ണ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്യൂറിങ് ദിസ് പീരിയഡ് ദേ വാണ്ട് ടു നോ ഡീറ്റെയിൽസ് ഓഫ് ദെയർ സെക്ഷുവാലിറ്റി. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ദേ വാണ്ട് ടു നോ ഹൗ ടു എക്സ്പ്രസ് സാറ്റിസ്ഫൈ ദെയർ സെക്ഷൽ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ്. ഈ സെക്ഷൽ ഇൻട്രസ്റ്റ് നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ അറിവുകൾ കിട്ടാമോ അതെല്ലാം ശേഖരിക്കുന്ന ഒരു സമയമാണ്. ദേ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോബ്ലംസ് വിത്ത് സോഷ്യൽ, എത്തിക്കൽ ആൻഡ് അതർ നോംസ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അവരെ എത്തിച്ചേരുന്ന ഒരു പ്രായം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എത്തിച്ചേരേണ്ട ഒരു പ്രായമാണ് ഈ ലേറ്റർ അഡോളസെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. പക്ഷെ പല കാര്യത്തിലും സംഭവിക്കുന്നത് റിയൽ ആയിട്ടുള്ള റിയാലിറ്റീസിനെ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ പോവുകയും അവിടെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ദേ വാണ്ട് ടു നോ ദ റോൾ ഇൻ ഫാമിലി ആൻഡ് സൊസൈറ്റി. പലപ്പോഴും സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ റോള് ഫാമിലിയിലും സൊസൈറ്റിയിലും കണ്ടെത്താൻ അവർ ശ്രമിക്കും, പക്ഷെ അത് കണ്ടെത്താൻ കഴിയാതെ പോകുന്നതാണ് മറ്റ് ഒരു നീഡായിട്ട് അഡോളസെന്റ് ഏജിൽ. ദേ വാണ്ട് ടു റെക്കഗ്നൈസ്ഡ് ആൻഡ് കൗണ്ടഡ് വൈൽ ദ എൽഡേഴ്സ് ടേക്ക് ഡിസിഷൻസ്. മൂത്തവര് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴായാലും അവരുടെ റോള് അവരെ തിരിച്ചറിയപ്പെടാനായിട്ടുള്ള എല്ലാ ശ്രമവും അവര് ചെയ്തുകൊണ്ടേയിരിക്കും. ദേ ആർ ക്യൂരിയസ്, അഡ്വഞ്ചറസ് ആൻഡ് വാണ്ട് ടു ഹാവ് ന്യൂ ആൻഡ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. അത് നമുക്കറിയാം, ഏത് മല കയറാൻ പോണോന്ന് പറഞ്ഞാലും റെഡിയാണ് എല്ലാവരും, അല്ലെ? ഈ 15 to 25 ഇടയ്ക്കില് എവിടെ പോണോന്ന് പറഞ്ഞാലും റെഡിയാണ്. ഏത് അഡ്വഞ്ചറിലേക്കും കാലെടുത്ത് വയ്ക്കും, ഒരു പേടിയുമില്ല. അവര് സ്വയം ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള ബോധം അവരെ കൂടുതൽ അഡ്വഞ്ചറസ് ചെയ്യിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഹൗ ക്യാൻ വി ഓവർകം ദ അഡോളസെന്റ് പ്രോബ്ലംസ്? ഞാൻ പറഞ്ഞു, എല്ലാ പ്രായത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും
പ്രതിസന്ധികളുമുണ്ട്. എന്നാൽ അവയെ സക്സസ്ഫുള്ളി നമുക്ക് നേരിടാൻ കഴിയുന്നതാണ് നമ്മുടെ ആ ഏജിലുള്ള പ്രോബ്ലംസ് ഇനി വരുന്ന ഏജുകളിലേക്കും ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഈ അഡോളസെന്റ് പ്രോബ്ലംസിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നിങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങൾ അതിന്റെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് എക്സാമിനേഷൻ. സ്വയം അറിയുക, ആ സ്വയം അറിയുന്നതിനോടൊപ്പം സ്വയം വിലയിരുത്തുകയും കൂടി ചെയ്യുക. ഒരു ഐഡന്റിറ്റി ക്രൈസിസ് രൂപപ്പെടാനായിട്ട് ഇവിടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വയം അവബോധം നിങ്ങൾക്കുണ്ടായേ തീരൂ. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നും നിങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ ശരീരത്തിന്റെ വളർച്ച എങ്ങനെയാണെന്നും നിങ്ങളുടെ മെന്റൽ, നിങ്ങളുടെ പക്വത എവിടം വരെ എത്തിയെന്നും നിങ്ങളുടെ വൈകാരികവും ശാരീരികവും ബൗദ്ധികവും വൈകാരികവുമായ അറിവുകൾ ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം സെൽഫ് അവയർനെസ് ആണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. ഈ കണ്ടെത്തലിന് ശ്രമിക്കുന്നത് വളരെ ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട് അതിന്. പക്ഷെ എല്ലാം നമുക്കിവിടെ പറയാനായിട്ട് സമയമില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ സെൻസ് ഓഫ് റിയാലിറ്റി പ്രവർത്തിക്കുവാൻ ഇതുകൊണ്ട് സാധ്യമാകും. അതായത് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനായിട്ട് ഉള്ള സാധ്യതകളിലേക്ക് നമ്മളെ എത്തിച്ചേരും. സെൽഫ് കൺട്രോൾ ഉണ്ടാവും. ഇത് നമ്മൾ അറിയുന്നതിലൂടെ നമുക്ക് സെൽഫ് കൺട്രോൾ, അതായത് സ്വയമായിട്ടുള്ള ഒരു കൺട്രോള് നമുക്ക് എല്ലാ കാര്യത്തിലും ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ശാരീരികവും ബൗദ്ധികവും വൈകാരികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് സെൽഫ് കൺട്രോള് കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. ഇനി പരാജയങ്ങളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ല. ഇത് അറിയുന്ന വ്യക്തി, സെൽഫ് അവയർനെസ് ഉള്ള വ്യക്തികൾ ഒരിക്കലും നമ്മുടെ പരാജയത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തത്തില്ല. അവർക്ക് അത് അംഗീകരിക്കാനായിട്ട് പറ്റും. പരാജയത്തെ പോലും നമുക്ക് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പുതിയ പടവുകൾ താണ്ടുവാനായിട്ട് കഴിയും. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള ചിന്ത ഒരിക്കലും അവനെ അലട്ടത്തില്ല. സ്വന്തം കഴിവുകളെ കണ്ടെത്താൻ ശ്രമിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ സഹായിക്കുന്ന എല്ലാ അറിവുകളും സമാഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഹൂ യു ആർ എന്നുള്ള ഈ കാര്യത്തിന്മേൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിവുകൾ സമാഹരിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വഴിയോ അല്ലെങ്കിൽ നെറ്റിനകത്തൂടെയോ അല്ലെങ്കിൽ പുതിയ പുതിയ ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എവിടെയൊക്കെ കിട്ടുന്നോ അവിടെയൊക്കെ ജോയിൻ ചെയ്ത് അത് കേൾക്കുകയും നിങ്ങളെ തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കുവാനായിട്ട് അത് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണോ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സ്പിരിച്വൽ ഫൗണ്ടേഷൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ കൂട്ടി വരുത്തി ഈ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇവിടെ നിർത്തിയേക്കുന്നതിന്റെ തന്നെ മെയിൻ ഉദ്ദേശം അതാണ്. നമുക്കൊരു സ്പിരിച്വൽ ഫൗണ്ടേഷൻ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെറുപ്പം പോലെ കേൾക്കുന്ന ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്നുള്ള കാര്യം അല്ലേ. അപ്പൊ നമ്മുടെ അഭ്യസനം ഏറ്റവും ശക്തമാകേണ്ടത് ഈ സ്പിരിച്വൽ ആത്മീകമായിട്ടുള്ള കാര്യങ്ങളിലാണ്. നമ്മുടെ നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ അടിത്തറ ഉറപ്പിക്കേണ്ടത്. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ മോഡൽ ചെയ്യേണ്ട വ്യക്തി അല്ലെങ്കിൽ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്പിരിച്വൽ ഫൗണ്ടേഷനെ കുറിച്ച് ആരും അങ്ങനെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. കാരണം നമുക്കറിയാം സ്പിരിച്വൽ ഫൗണ്ടേഷനിൽ തന്നെ വളർന്നു വന്ന വളർച്ചയിൽ തന്നെ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി വളർന്നു വന്നുവെന്ന് പറയുന്നുണ്ട്. അപ്പോ സ്പിരിച്വലി ആത്മീകമായിട്ടുള്ള നമ്മുടെ വളർച്ച നമ്മളുടെ ഏത് നിലയിലായിരിക്കുന്നു അത് നമ്മൾ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഏത് രീതിയിലാണ്, ഞാൻ ഏത് നിലയിലാണ്, ഞാൻ എവിടെയാണ് സ്പിരിച്വലി നിൽക്കുന്നത്, എനിക്കിനിയും വളരേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഇത്രയും വരെയുള്ള വളർച്ചയിൽ എനിക്ക് എന്തൊക്കെ ഓട്ടങ്ങൾ സംഭവിച്ചു, ഇതെല്ലാം നമ്മൾ കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമം നമ്മളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവണം. ഈ 15 to 25 ഇടയിൽ നിന്നും ഉണ്ടാവണം. ഇത്രയൊക്കെ മതിയോ, ഇനി ആത്മീയമായിട്ടൊന്നും വളരണ്ടേ, ഈ നിലവാരത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇനി കൂടുതൽ ബന്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സ്പിരിച്വൽ ബന്ധങ്ങളിലേക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് കഴിയും. ഇതായിരിക്കണം നമ്മുടെ ഭയങ്കരമായിട്ടുള്ള, നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മോട്ടീവ്. അതായത് നമുക്ക് കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്പിരിച്വലി ആത്മീയമായി വളരെ അടിത്തറയുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഈ നോ ഏരിയ ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻ ദ സ്പിരിച്വൽ വേ.
ആണ് ഞാൻ പറഞ്ഞത്. അടുത്തതായിട്ട് പറയുമ്പോൾ എമ്പതി. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? അലിവുള്ള മനസ്സ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എമ്പതി, അല്ലെങ്കിൽ അലിവുള്ള മനസ്സ്. നമ്മളെല്ലാവരും സിമ്പതി എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് സിമ്പതി എമ്പതി എന്ന് പല ഘട്ടത്തിൽ നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ കണ്ണ് കാണാത്ത വ്യക്തി റോഡരികിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? അതാണ് സിമ്പതി. അയാളോട് തോന്നുന്നതാണ് സിമ്പതി. എന്നാൽ അയാളെ കൈക്ക് പിടിച്ച് നമ്മൾ ആ റോഡ് കുറുകെ കടക്കാൻ അയാളെ സഹായിക്കുന്നുവെങ്കിൽ അതാണ് നമ്മളുടെ എമ്പതി എന്ന് പറയുന്നത്. അതായത് മറ്റൊരാളുടെ ഷൂവിൽ നിന്നുകൊണ്ട് അവരെ സഹായിക്കുക, അല്ലെങ്കിൽ അവരോട് കൂടെ നിൽക്കുക. അവരേത് അവര് നിൽക്കുന്ന ഇടത്ത് തന്നെ നമ്മൾ നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കുക. അവരെ അതാണ് യേശു ക്രിസ്തു എല്ലായ്പ്പോഴും ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തത്. യേശു ക്രിസ്തു പുരുഷാരത്തെ കൂടി വന്നപ്പോൾ അവർക്ക് വിശന്നു എന്ന് അവൻ മനസ്സിലാക്കി. അവൻ മനസ്സലിഞ്ഞു. അവന് മനസ്സലിവുണ്ടായി. എങ്ങനെയാണ് അവൻ ആ മനസ്സലിവുണ്ടായത്? അവൻ മനസ്സിലാക്കി വിശപ്പിന്റെ കാഠിന്യം, അവരനുഭവിക്കുന്ന വിശപ്പിന്റെ കാഠിന്യം അവൻ മനസ്സിലാക്കി. അവരുടെ കൂട്ടത്തിൽ അവൻ നിന്നു. അങ്ങനെ അവൻ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഈ രീതിയിലുള്ള അലിവുള്ള മനസ്സ് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മളെ ഈ സമൂഹത്തിൽ നമ്മൾ ഈ വെർച്വലി ആയിരുന്നാൽ പോലും നമ്മുടെ തൊട്ടയൽവക്കങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഈ അലിവുള്ള മനസ്സ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഈ ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തെ പ്രഘോഷിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആളുടെ അടുത്തേക്കാണ് നമ്മൾ ഈ അലിവുള്ള മനസ്സ് നമ്മൾ കാണിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളവർ നമ്മുടെ നെയ്ബേഴ്സ് തന്നെയാണ് അല്ലെ? നമുക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ദൂരേക്ക് പോകാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സ്കൂളിൽ, ക്ലാസ്സിൽ, കോളേജിലൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ നമുക്ക് ഏറ്റവും നിയറസ്റ്റ്, ഏറ്റവും എന്റെ കണ്ണിന് മുമ്പിൽ കാണുന്ന ആ വ്യക്തികൾ നമ്മുടെ നെയ്ബേഴ്സ് തന്നെയാണ്. അപ്പൊ ഈ നെയ്ബേഴ്സിന്റെ ഇടയിൽ നമുക്ക് ഈ അലിവുള്ള ഒരു മനസ്സ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം ഏറ്റവും അധികമായി നിങ്ങൾക്ക് ലഭിക്കുക. അടുത്തതായി കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുക. അതിരുകളില്ലാത്ത തിരഞ്ഞെടുപ്പുകളുടെ കാലമാണ് ഈ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത്. എങ്ങോട്ട് പോകണം, ഏത് ഡ്രസ്സ് ഇടണം, എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ജീവിതത്തിൽ ഏത് നിലയിൽ എത്തണം, ഇങ്ങനെയൊക്കെയുള്ള നിരവധി അതിരുകളില്ലാത്ത ചോയ്സസിന്റെ കാലമാണിത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കണം. അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അതിനായിട്ട് സഹായങ്ങൾ തേടാൻ ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ, നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെറിയൊരു പ്രാർത്ഥനാ വിഷയമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലൂടെ, ഒന്ന് യൂഷ്വൽ ടോക്കിലൂടെ നിങ്ങളുടെ ചേച്ചിമാരോടോ, നിങ്ങളുടെ അനുജത്തിമാരോടോ, നിങ്ങളുടെ മാതാപിതാക്കളോടോ, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിങ്ങളുടെ ക്രിസ്തീയ സഹോദരിമാരോ ആരോടെങ്കിലും നിങ്ങൾ അത് ഷെയർ ചെയ്യുകയും അവര് മുഖാന്തരം അല്ലെങ്കിൽ അവരെ കൂടെ നിങ്ങൾ സഹായങ്ങൾ അവരിൽ നിന്നും സ്വീകരിക്കുകയും കൂടി ചെയ്യണം. കാരണം നമ്മൾ ആരും ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് നമുക്ക് ആർക്കും പറ്റത്തില്ല. കാരണം നമ്മുടെ ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായിരിക്കാം. നമ്മളുടെ അറിവിൽ നിന്നുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. നമ്മൾ എത്ര അറിയാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നമ്മളുടെ അറിവ് വളരെ പരിമിതമാണ്. നമ്മൾ എത്ര വർഷം ചെന്നെന്ന് പറഞ്ഞാലും നമുക്ക് അനുഭവങ്ങൾ കൂടുതൽ കിട്ടും, അതിൽ നിന്നുള്ള അറിവുകളും കിട്ടും. പക്ഷെ എന്നാൽ നമ്മൾ അറിവിലൊരിക്കൽ നമ്മൾ പൂർണ്ണരാകുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ അറിവുകളിൽ നിന്നുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അതിൽ ചില പാകപ്പിഴകൾ വന്നു പോയെങ്കിലോ എന്നൊരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരാളുടെ സഹായം തേടാനായിട്ട് നിങ്ങൾ മറക്കരുത്. ആശയവിനിമയം ഫലപ്രദമായി നടത്തുക. ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എല്ലായ്പ്പോഴും എല്ലാം വളരെ ഫോർമലായിട്ട് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ എന്നാൽ തന്നെ നിങ്ങളുടെ ആശയവിനിമയങ്ങൾ വളരെ ഫലപ്രദമായിരിക്കണം. നമ്മൾ ബൈബിളിനകത്ത് വായിക്കുന്ന നിങ്ങളുടെ വാക്ക് ഉപ്പിനോട് രുചി വരുത്തിയത് ആയിരിക്കണം നമ്മൾ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതുപോലെ ഉവ്വ എന്നും ഇല്ല എന്നും പറയാനായിട്ട് പഠിക്കണം. ഏത് കാര്യത്തിനകത്തായാലും നമ്മളത്
ഫലപ്രദമായ രീതിയിൽ ഈ ആശയം വിനിമയം ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി ഒരു അവസരം കിട്ടുന്നെങ്കിൽ നമുക്ക് ആശയവിനിമയത്തെ കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ വ്യക്തിബന്ധങ്ങൾ വളർത്തുക, നമ്മളുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമുക്കിപ്പം അറിയാം, നമുക്ക് എങ്ങും പോകാനൊക്കത്തില്ല, നമുക്ക് മിണ്ടാനൊക്കത്തില്ല, ആൾക്കാരുടെ അടുത്ത് മിണ്ടാനൊക്കത്തില്ല. ഈ വെർച്വലി അല്ലാതെ ഒരു ബന്ധങ്ങളും നമുക്ക് വളർത്തിക്കൊണ്ടു പോകാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഈ വെർച്വലി നമുക്ക് അനേകരെ റീച്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ റീച്ച് ചെയ്യുന്നതിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഈ ഒരു ടൈമില്, ഈ കോവിഡ് മഹാമാരി വന്നതുകൊണ്ട് നമുക്ക് ഈ ബന്ധങ്ങൾ വളർച്ചയിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് പറ്റും. അതായത് നമ്മുടെ വെർച്വൽ ആയിട്ടുള്ള ആൾക്കാരെ, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ വിവിധങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകള് ഒക്കെ നടത്തുന്ന ആൾക്കാരറിയാം. അവിടെയാണ് നിങ്ങളുടെ വ്യത്യസ്തതകൾ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടുന്ന ഒരു സ്ഥലം. അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ബന്ധങ്ങളെ കൂടുതൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത്. വികാരങ്ങളെ പക്വതയോടെ കൈകാര്യം ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വികാരങ്ങളെ പക്വതയോടെ കൈകാര്യം. പലപ്പോഴും പെൺകുഞ്ഞുങ്ങളൊക്കെ ആകുമ്പം പെട്ടെന്ന് കരയുകയും പെട്ടെന്ന് മൂഡ് വേരിയേഷൻസ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പൊ അതിനെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുക എന്നുള്ളത്, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ വികാരങ്ങളെയൊക്കെ നമുക്ക് പക്വതയോടെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്നത്. ഈ 15 to 25 ഇടയിൽ ധാരാളം ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിൽ, അല്ലെങ്കിൽ ഹോർമോണൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ നമ്മുടെ മൂഡിൽ വേരിയേഷൻസ് ഉണ്ടാവും, നമ്മുടെ ക്യാരക്ടറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുവാണെങ്കിൽ നമ്മുടെ തുടർന്ന് വരുന്ന വികാരങ്ങളെ നമുക്ക് പക്വതയോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് സഹായിക്കും. ഇനി അതിലും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന പലവിധമായിട്ടുള്ള സൈക്കോളജിക്കൽ ഹെൽപ്പ് തരുന്ന ചാർട്ടുകള്, എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്, എക്സാംസ് ഉണ്ട്, ടെസ്റ്റുകളുണ്ട്. അതിലൊന്നാണ് ജൊഹാരി വിൻഡോ എന്ന് പറയുന്നത്. ഈ ജൊഹാരി വിൻഡോ പോലെയുള്ള നിരവധിയാവുന്ന സ്വയം അവബോധന ചാർട്ടുകളിൽ കൂടി നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഈ ജൊഹാരി വിൻഡോയെ കുറിച്ച് ചെറിയ രീതിയിലൊന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ജൊഹാരി വിൻഡോ എന്ന് പറയുന്നത് മനസ്സിനെ 4 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം ഓപ്പൺ ഏരിയ, രണ്ടാമത്തെ ഭാഗം ബ്ലൈൻഡ് ഏരിയ, മൂന്നാമത്തെ ഭാഗം ഹിഡൻ ഏരിയ, നാലാമത്തെ ഭാഗം അൺനോൺ ഏരിയ. അപ്പൊ ഈ 4 ഭാഗങ്ങളുള്ള അറകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മനസ്സെന്ന് ജൊഹാരി വിൻഡോ പറയുന്നത്. എന്നാൽ ഇതിനകത്ത് ഈ ഓപ്പൺ ഏരിയ കൂടുതലുള്ള ആൾക്കാരാണ് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് കാര്യങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്ന ആൾക്കാർ. അപ്പൊ ഈ ഓപ്പൺ ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കണം. ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ബന്ധങ്ങളല്ല, പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്സ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സ്ഥാപിച്ചെടുക്കുന്നത് മുഖാന്തരം നമ്മുടെ ഓപ്പൺ ഏരിയ വൈഡൻ അപ്പ് ചെയ്യുകയും മറ്റുള്ള ഏരിയാസ് കുറഞ്ഞു വരികയും നമ്മൾ നല്ല ഫലപ്രാപ്തി ഉള്ളവരായിട്ട് തീരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഈ സെൽഫ് അവയർനെസ് അല്ലെങ്കിൽ സെൽഫ് ആയിട്ട് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി ടെസ്റ്റുകൾ സൈക്കോളജിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്, സൈക്കാട്രിക് വിഭാഗത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, സൈക്കോളജി ആയിട്ടുള്ള പഠനങ്ങളിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ട്രൈ ചെയ്യണം, നിങ്ങൾ ആരാണെന്നുള്ളതിലേക്ക് നിങ്ങളെ കണ്ടെത്താൻ വേണ്ടി. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക. എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്, അല്ലെ? അപ്പൊ ഈ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊക്കെ കഴിവുകൾ ഒരുപാട് തന്നിട്ടാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ച് വിട്ടേക്കുന്നത്. അപ്പൊ ഈ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻസ് ലെവൽ നമ്മുടെ കൂട്ടുകയാണ്. നമ്മൾ ഓരോ പുതിയ കാര്യം ചെയ്ത് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസിൽ വർധനവ് ഉണ്ടാവുകയും നമ്മൾ നല്ല ഫലപ്രാപ്തി ഉള്ളവരായിട്ട് തീരുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ പുതിയ പുതിയ കാര്യങ്ങൾ
ചെയ്യാനായിട്ട് ഉള്ള ഒരു ഉത്സാഹം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇത് വേറെ ആരും കൊണ്ടുവരുത്താൻ പറ്റത്തില്ല, നമ്മൾ തന്നെ ട്രൈ ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ടും എക്സ്പെരിമെന്റിലൂടെയും ഒക്കെ ഇൻവെസ്റ്റിഗേഷൻസിലൂടെയും നമ്മൾ തന്നെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഇത് നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെ വളർത്തുന്നതിനായിട്ടും സെൽഫ് കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുന്നതിനായിട്ടും നമുക്ക് ദൈവം ഇടയാക്കി തരും. നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളെ ദൈവം തരും. വായനാശീലം ഉണ്ടാക്കിയെടുക്കുക. പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വായനാശീലം ഉണ്ടാക്കിയെടുക്കുക. എനിക്ക് വായനാശീലമേ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ ഇന്ന് എനിക്ക് വായനാശീലം ഞാൻ വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ വായനാശീലം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മളുടെ അറിവിനെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട്, നമുക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതിനായിട്ടും ഈ വായനാശീലം നമ്മളെ സഹായിക്കും. ഇനി പുതിയ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുക. നമ്മൾ അറിയാം, ഈ 15 to 24 ഇടയിൽ ഉള്ള കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം, ഏത് കാര്യം അവരോട് ചോദിച്ചാൽ അവർ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആശയം നമുക്ക് തരും. അപ്പം ഏറ്റവും അധികം ആശയങ്ങളെ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് 15 to 25 എന്ന് പറയുന്ന അഡോളസെന്റ് അല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുന്ന ഈ ഏജ് ഗ്രൂപ്പ്. അപ്പം ഇവർക്ക് ഏറ്റവും അധികം ആശയങ്ങളെ സൃഷ്ടിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവാം, ചിലപ്പോൾ എഞ്ചിനീയേഴ്സ് ഉണ്ടാവാം, ചിലപ്പോൾ ടീച്ചേഴ്സ് ഉണ്ടാവാം, ചിലപ്പോൾ നേഴ്സസ് ഉണ്ടാവാം, ചിലപ്പം ഫാഷനിസ്റ്റ് ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും, ആർട്ടിസ്റ്റ് ഉണ്ടാവാം, ചിത്രം വരയ്ക്കുന്നവരുണ്ടാവാം, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവാം, നല്ല നല്ല ഫോട്ടോകൾ എടുക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാം, വീഡിയോ തയ്യാറാക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവാം. അങ്ങനെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ എല്ലാ പ്രശ്നം എന്നാണെന്നറിയോ? നമ്മൾ ഇതൊന്നും, നമുക്ക് ഉള്ള കഴിവുകളെ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കത്തില്ല. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറച്ച് പഠിച്ചു, എവിടെയെങ്കിലും ജോലി ചെയ്യണം, എവിടെയെങ്കിലും പോയി കുറെ പൈസ ഉണ്ടാക്കണം, ഇതൊക്കെ മാത്രമേ നമ്മുടെ കയ്യില്, നമ്മുടെ ചിന്തയിലുള്ളൂ. എന്നാൽ ഇതിന്റെ അപ്പുറമായ ഒരു ലോകമുണ്ടെന്നും ആ ലോകത്തിലേക്ക് നമ്മളെ ഉള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ഇവിടെ എന്നും, അത് മുഖാന്തരം, ഞാൻ മുഖാന്തരം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഈ ദൈവത്തിന് എന്നെ കൊണ്ടൊരു ഉദ്ദേശമുണ്ടെന്നും ആ ഉദ്ദേശം കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ കഴിവുകൾ മാക്സിമം പുറത്തെടുത്താലേ പറ്റൂ എന്നും വിചാരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ലക്ഷ്യം സ്ഥാപിക്കുക. ലക്ഷ്യങ്ങൾ എപ്പോഴും ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഈ വെർച്വൽ ഐഡന്റിറ്റി ഈ കാലഘട്ടമായിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത്ര മാസം, 5 മാസം കൂടെ ആയി, 4 മാസം കൂടെ ആയി തോന്നുന്നു. അപ്പൊ ഈ വെർച്വൽ കാലഘട്ടത്തിന് ശേഷം ഒരു 5 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം സെറ്റ് ഔട്ട് ചെയ്യുന്നത്. കാരണം ഒരു 5 വർഷത്തിന് ശേഷം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പഠിപ്പും നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ കഴിവുകളും എല്ലാം എടുക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? എന്തുവാ നമ്മൾ കാണുന്നേ? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ അത് വിളവുണ്ടാക്കും. അപ്പൊ ഈ കാര്യം എന്തിനാണ് ഇത് ഈ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്? ഈ ഗോതമ്പ് മണിയുടെ എക്സാമ്പിൾ എന്തിനാണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ഓരോ ഗോതമ്പ് മണിയാണ്. അത് നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ നമുക്ക് വിളയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ഗോതമ്പ് മണിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മണിയിൽ നിന്ന് നിരവധി മണികൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന കപ്പാസിറ്റിയാണ്. അപ്പൊ അല്ലെ, നമ്മള് എല്ലാ കാര്യത്തിലും നമ്മള് അത് കാണുന്നുണ്ട്. അപ്പൊ ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ എന്ന് പറയാനായിട്ട്, കാരണം നമ്മൾ ഏറ്റവും കഴിവുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് നല്ല കഴിവുണ്ട്, നമുക്ക് നല്ല പക്വതയുള്ളവരാണ്. പക്ഷെ നമ്മളത് അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്കിതൊന്നും ചെയ്യാൻ കഴിയാത്തത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചുള്ള സെൽഫ് അവയർനെസ്. എത്രമാത്രം നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് കിട്ടുന്നോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലത്ത് വീണ് ചാകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണെന്ന് നമുക്കറിയാം അല്ലെ? നമ്മൾ പറയുന്ന പോലെ ഇന്ന് കർത്താവ് വരുമെന്ന് വിചാരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എന്ന് നമ്മൾ പ്രത്യേകം
പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ പഠനം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ +1 +2 പഠിക്കുന്നത്, അല്ലെ ഞാൻ ഡിഗ്രി പഠിക്കുന്നത്, അല്ലെ ഞാൻ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കേവലം പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം. മറിച്ചോ, എനിക്ക് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്, ഞാനൊരു എഞ്ചിനീയർ ആയിട്ട് ഒരു ദേശത്തിന്റെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയോ, ഒരു ദേശത്ത് നിങ്ങളുടെ ഉടമസ്ഥതയിൽ ഒരു പാലം പണിയുക, രണ്ട് കരക്കാർ തമ്മിൽ കരകളെ ചേർത്തുകൊണ്ട് ഒരു പാലം പണിയുന്ന ഒരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങളെ ദൈവം അവിടെ ആക്കുവാണെങ്കിൽ അത് എത്ര വലിയൊരു കാര്യമാണ്. ഒരു ഡോക്ടർ ആവുന്നെങ്കിൽ, ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് ജീവൻ തരുന്ന ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ജീവൻ രക്ഷിക്കാനെങ്കിൽ ഞാൻ ആ ഡോക്ടറുടെ പദവി എത്രമാത്രം കമ്മിറ്റ്മെന്റോട് കൂടി അത് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ ഈ അറിയേണ്ടത് നമ്മൾ ആരാണെന്നും എന്റെ കഴിവുകൾ എന്താണെന്നും എന്നിലുള്ള കപ്പാസിറ്റീസ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതുമാണ് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 years അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ഏറ്റവും അടുത്ത് എത്തിക്കഴിഞ്ഞു. പലരും നമ്മുടെ പല അടുപ്പത്തിലുള്ള ബന്ധുക്കളിൽ പോലും അത് അഫക്റ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചർച്ച് മെമ്പേഴ്സ് അഫക്റ്റഡ് ആയിട്ടുണ്ട്. പണ്ട് ഇത് കേട്ടുകേൾവി ആയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ചിലപ്പോൾ നമ്മുടെ അയൽപക്കത്ത് വരെ എത്തിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർക്ക് ഇത് ഉണ്ടാവുമായിരിക്കും. പക്ഷെ എല്ലാത്തിലുപരി ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളെ ബാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യമാണ് നമ്മളെ ബാധിക്കുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ ഇന്ന് നിലത്ത് വീണ് ചാവാൻ റെഡി ആയെങ്കിൽ മാത്രമേ ദൈവം എനിക്ക് നിനക്കും ആയുസ് നീട്ടി തരികയുള്ളൂ. അത് നിങ്ങൾ ആരും മറക്കരുത്. കാരണം നമ്മള് ദൈവരാജ്യ നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ തന്നെ ഒരുക്കേണ്ടത്. അപ്പൊ നമ്മുടെ കഴിവുകൾ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിൽ ഭയങ്കര ഇന്നലെ ഒരു മോളുടെ ഒരു വീഡിയോ സോദരി യൂത്തില് ഞാൻ കണ്ടു. ഞാനത് വളരെ ഇതായിട്ട്, നല്ല വോയിസ്, ആ മോക്ക് നല്ല വോയിസ് ആയിട്ട് അവൾ ആ നേഴ്സസ് ഡേയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടു. എത്ര ടാലന്റഡ് ആണ് അവള് ആ കാര്യത്തില് അവൾ അത് ചെയ്തേക്കുന്നത്. കാരണം ആരെയും ആകർഷിക്കത്തക്കതായിട്ടുള്ള സ്വരമാധുര്യം ചിലപ്പം ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്യുക, സെൽഫ് അവെയർ ചെയ്യുക. നമ്മൾ ആരാണെന്നും നമ്മുടെ കഴിവുകൾ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ഈ വയലിൽ വീണ് മരിച്ച് അനേകം വിത്തുകളായിട്ട് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വാസ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ള വ്യക്തികളാണ്. എന്റെ മുമ്പിൽ എന്നെ കേൾക്കാനിരിക്കുന്ന എല്ലാവരും വാസ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ആരും വിചാരിക്കരുത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എനിക്ക് ഇത്രയൊക്കെ കഴിയത്തുള്ളൂ. ഇനിയിപ്പോ ഒന്നാമതെ ആകെപ്പാടെ വെർച്വലും കൂടി ആയി, ഉന്താനിരുന്ന നോക്കിയിരുന്നപ്പോ ഒരു ഇതും കൂടെ കിട്ടിയ പോലെ ഉള്ള അവസ്ഥയാണ് ഇപ്പൊ. പക്ഷെ ആരും അതോർത്ത് ഭാരപ്പെടരുത്. കൊറോണയല്ല നമ്മുടെ വിഷയം, കൊറോണയ്ക്ക് ശേഷമുള്ള ജീവിതമാണ് നമ്മുടെ വിഷയം. കാരണം ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്നത് ക്രിസ്തു വരുന്നിടം വരെ, അല്ലെങ്കിൽ നമ്മൾ മരണം മുഖാന്തരം എടുക്കപ്പെടുന്നിടം വരെയുള്ളതാണ് നമ്മുടെ ജീവിതം. അല്ലാതെ ഈ കോവിഡ് മുഖാന്തരം തീരുന്നതല്ല നമ്മുടെ ജീവിതം. ആ പ്രത്യാശയും ആ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഓരോ കഴിവും എണ്ണിപ്പെറുക്കി നമുക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. നിങ്ങൾ എല്ലാവരും അതിനായിട്ട് പ്രാപ്തിയുള്ളവരാണ്, അതിനായിട്ട് കപ്പാസിറ്റി ഉള്ളവരാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഗോള് ഒരു 5 വർഷത്തിന് ശേഷം ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴേ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മുടെ ഗോള് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മുമ്പോട്ട് സെറ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചു കൊടുക്കുക. ആ മോട്ടിവേഷനിൽ വേണം നമ്മൾ ഇന്ന് ജീവിക്കാൻ. നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരുടെ ചിന്ത നാളത്തെ കുറിച്ചാണല്ലേ. നാളത്തെ കുറിച്ച് ചിന്തിക്കാതെ ആരുമില്ലല്ലോ. അപ്പം നമ്മളുടെ ചിന്ത, അപ്പൊ നമ്മൾ ഓൾറെഡി നാളെ കുറിച്ച് വിചാരപ്പെടുന്നവരാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് വിചാരപ്പെടണ്ട എന്ന് പറഞ്ഞാലും നമ്മള് വിചാരപ്പെടുന്നവരാണ്. പക്ഷെ അങ്ങനെ വിചാരപ്പെടുമ്പോൾ നിങ്ങൾ ഇച്ചിരി പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾ വിചാരപ്പെടും. നിങ്ങൾ കുറച്ച് 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ ഇറക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുക. എന്നിട്ട് നിങ്ങൾ ഇന്ന് മുതൽ അതിനായിട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ട് നല്ല ഒരു ഡോക്ടറായിട്ട് ഇറങ്ങുന്നതായിട്ട് നിങ്ങൾ കാണും, നല്ലൊരു നേഴ്സായിട്ട് ഏറ്റവും പരിപാവനമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാണ് ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ്.
അപ്പൊ ഏറ്റവും ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് ഏറ്റവും നല്ല ജനറേഷനെ സൃഷ്ടിക്കാൻ കഴിയുന്ന മാതാവായിട്ട് നിങ്ങൾക്ക് തീരാനായിട്ട് കഴിയും. നിങ്ങളുടെ കപ്പാസിറ്റീസ് അവിടെയാണ്. എനിക്ക് ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ, എനിക്ക് പാടാൻ കഴിവില്ല, എനിക്ക് സംസാരിക്കാനായിട്ട് കഴിവില്ല, എനിക്ക് ആരോട് ഇടപെടാനായിട്ട് കഴിയത്തില്ല. പക്ഷേ യു ക്യാൻ ബി എ ഗുഡ് മദർ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ 15 to 24 അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക്, ചിലപ്പോൾ 24 കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അതിന് മുമ്പായിരിക്കും നിങ്ങൾക്ക് ഒരു മാരേജ് വരിക. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ അതിനായിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കഴിവുകളെ ദൈവം തന്നിട്ടുള്ളത്. യു ക്യാൻ ബി എ ഗുഡ് മദർ ടു. അതാണ് നിങ്ങളുടെ പോസിബിലിറ്റീസ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ പോസിബിലിറ്റീസ് എപ്പോഴും നമുക്ക് മുമ്പിൽ വൈഡായിട്ട് കിടക്കുകയാണ്. പക്ഷെ നമ്മൾ ആരും അത് തിരിച്ചറിയാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പൊ നമുക്ക്, എന്റെ സമയം തീരാൻ പോവുകയാണല്ലോ, ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ നാഴികയിൽ എനിക്കും നിങ്ങൾക്കും ജീവശ്വാസം തന്നിട്ടുള്ളത് അവന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ പിയർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ ഇതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ പറയട്ടെ, നമുക്ക് പലവിധമായിട്ടുള്ള ആങ്സൈറ്റികളൊക്കെ ഉള്ളവരായിരിക്കാം. എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഭയം ഒക്കെ ഉള്ളവരായിരിക്കും. സീക്ക് എ ഹെൽപ്പ്. നിങ്ങൾ ഒരു ഹെൽപ്പ് അന്വേഷിക്കാനായിട്ട് നിങ്ങൾ പ്രാപ്തരായിരിക്കണം. എനിക്കും ഭയങ്കര ആങ്സൈറ്റി ഉള്ള വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഇന്നും കൂടി നമ്മളുടെ സൈഡിൽ കുറച്ച് ആൾക്കാരെ ഞാൻ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. എന്റെ സൈഡിൽ എപ്പോഴും എനിക്ക് ഹെൽപ്പിന് ആൾക്കാരുണ്ട്. ഹെൽപ്പിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ എനിക്ക് ബുക്കും പുസ്തകവും എടുത്തു തരാനും എഴുതാനും ഒന്നല്ല. പക്ഷെ നമ്മളെ മെന്റലി സ്ട്രോങ് ആക്കാനായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ഒപ്പം എപ്പോഴും കൂട്ടണം. അപ്പൊ നമ്മുടെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെ നമ്മളെ സ്ട്രോങ് ആക്കുന്നതായിരിക്കണം. നിങ്ങളുടെ ചോയ്സ് എപ്പോഴും അങ്ങനെയുള്ളതായിരിക്കണം. നിങ്ങളുടെ ചോയ്സിൽ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ആൾക്കാരെ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ പറഞ്ഞതുപോലൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമ്പോൾ അവിടെയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാൻ പോകുന്നത്. ഈ നാളുകളിൽ നിങ്ങൾ ഓരോരുത്തരും അവനവനെ തന്നെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി അനേകം പ്രവർത്തിക്കുവാൻ, നിരവധി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് അവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നിലത്ത് വീണ് ചാകുവാൻ നിങ്ങൾ റെഡിയാണോ?